ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളൊന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പോവാട്ടോ. ആദ്യമായിട്ട് പോണത് വാലി വില്ലേജിലോട്ടാണ്. ഇവിടെയുള്ളവർക്കൊക്കെ സുപരിചിതമാണ് വാലി വില്ലേജ്, പക്ഷെ നാട്ടിലുള്ളവർക്ക് അങ്ങനെയല്ല. നമ്മൾ സെക്കൻഡ് ഹാൻഡഡ് ഐറ്റംസ് ഒക്കെ സെല് ചെയ്യുന്ന കടയാട്ടോ വാലി വില്ലേജ്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് വാലി വില്ലേജിൽ വന്നതിന്റെ ഉദ്ദേശം തന്നെ റെസിൻ ആർട്ടുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്ക് കുറച്ച് ഷെൽഫുകളും ബോക്സസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. പക്ഷേ ഏത് കടയിൽ പോയാലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സെക്ഷനിലോട്ട് ആദ്യം പോകും. പക്ഷേ ഒന്നും തന്നെ ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറില്ല. ചുമ്മാ ഓരോ കളക്ഷൻസ് ഒക്കെ നോക്കി ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക സുഖല്ലേ. സാധാരണ കുറെ പേര് പറയാറുണ്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ കുറെ ഫുഡ് കഴിക്കുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ചുമ്മാ കടകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നാല് വാങ്ങിക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരുന്നാല് എന്റെ ടെൻഷനൊക്കെ മാറിപ്പോക്കോളും. അപ്പോൾ ഇതാണ് വാലി വില്ലേജ്. വാലി വില്ലേജിൽ സെക്കൻഡ് ഹാൻഡഡ് ഐറ്റംസ് സെല് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ പക്ഷേ അത്യാവശ്യം കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഞാൻ ഓസ്കോഷ്യയിലായിരുന്ന സമയത്ത് വാലി വില്ലേജിൽ ക്ലോത്ത് കളക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ സ്റ്റോറിൽ അത്യാവശ്യം ഹോം ആക്സസറീസും എല്ലാ സാധനങ്ങളും തന്നെ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ സ്റ്റോറുകളുണ്ട് കേട്ടോ. അവരുടെ പേരാണ് ത്രിഫ്റ്റ് സ്റ്റോർ. ത്രിഫ്റ്റ് സ്റ്റോർ തന്നെ പല ടൈപ്പുകളുണ്ട്. സാൽവേഷൻ ആർമി ത്രിഫ്റ്റ് സ്റ്റോറുകളുണ്ട്, അല്ലാത്തതൊക്കെ ഉണ്ട്. വാലി വില്ലേജും ത്രിഫ്റ്റ് സ്റ്റോറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാലി വില്ലേജിൽ കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും. ആ റേറ്റിന് തന്നെ നമുക്ക് ചിലപ്പോൾ സാധനം പുറമേ നിന്ന് നല്ല രീതിയിൽ വേറെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. പക്ഷേ ത്രിഫ്റ്റ് സ്റ്റോർ അങ്ങനെയല്ല, വളരെ റേറ്റ് കുറവിന് ത്രിഫ്റ്റ് സ്റ്റോറിലെ ഐറ്റംസ് കിട്ടും കേട്ടോ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ട്, സാൽവേഷൻ ആർമി ത്രിഫ്റ്റ് സ്റ്റോർ. അതിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വുഡൻ ഫർണിച്ചർ ഐറ്റംസ് എല്ലാം തന്നെ കിട്ടും. പിന്നെ സോഫ, കൗച്ചസ്, ലവ് സീറ്റ് എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് മുൻപ്. ഈ വാലി വില്ലേജിലോട്ട് ഞങ്ങൾ അധികം വരാറില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കി എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ടൈമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറവിന് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആ സൈഡൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ക്ലോത്ത് സെക്ഷനിലോട്ടേക്ക് വരാട്ടോ ഞാൻ. പല വെറൈറ്റി ക്ലോത്ത്സ് ഇവിടെ അവൈലബിൾ ആണ്. എക്സൽ സൈസിലും സ്മോൾ സൈസിലും പിന്നെ സ്ലീവ്ലെസ്സും സ്ലീവ് ഉള്ളതും എല്ലാം തന്നെ ഇവിടെ കിട്ടും കേട്ടോ. സോ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ലിൻഡൻ മാളിലോട്ടാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അവിടെ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കണമെന്നുണ്ട് എനിക്ക്. പിന്നെ ഡോളറാമേ കയറണം. അതെന്താ അങ്ങനെ വന്നയാള്? പിന്നെ ഡോളറാമേ കയറി കുറച്ച് റെസിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ലൈറ്റ് ഡെക്കറേഷൻസും വാങ്ങിക്കാനുണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ജസ്റ്റ് വാലി വില്ലേജിൽ ജസ്റ്റ് കയറി നോക്കിയത് എങ്ങനെയുണ്ട് കളക്ഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. യൂഷ്വലി നമ്മൾ വാലി വില്ലേജിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല. പഠിക്കാൻ വന്ന സമയത്താണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ മെറ്റീരിയലൊക്കെ തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തതായിരിക്കും. നോവാസ്കോഷ്യയിലൊക്കെ ആൾക്കാർ വാഷ് ചെയ്തതൊക്കെയാണ് നമുക്ക് കിട്ടാറ്. പക്ഷെ ഇവിടെ വാഷ് ചെയ്തോളം തോന്നണില്ലേ, ഇങ്ങനെ കൈമ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ പോലെ. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. കളക്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടില്ല. സോ നമ്മൾ ലിൻഡൻ മാളിലോട്ടേക്ക് പോവാണ്. ഇതാണ് ഇവിടെയുള്ള ബ്രാൻഡ്ഫോർഡുള്ള ഒരേ ഒരു മോള്. എന്തെങ്കിലും ബൈ ചെയ്യണ്ടോ? ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് കനേഡിയൻസ് ഒക്കെ ഷെയ്ഡിലിരിക്കണേ, ഞങ്ങളൊക്കെ വെയിലത്തിരിക്കും. കാരണം എന്താണെന്ന് അറിയൂ, അവർ ഓൾറെഡി പൂളിലൊക്കെ കളിച്ചിട്ടാ വന്നേക്കണേ. അപ്പൊ ഓൾറെഡി അവർ കുറെ വെയിൽ കൊണ്ടിട്ടാ വന്നേക്കണേ. നമ്മൾ വീടിനകത്ത് ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വെയിൽ കൊള്ളണം. അവര് പൂളിലിറങ്ങി കളിച്ചിട്ട് കുറെ നേരം വെയിലത്ത് ഇരുന്നിട്ട് പിന്നെ അവർക്ക് സൺബേൺ അടിക്കുന്നു. ആ കൊച്ചിന്റെ കാലുമ്പോ ബ്ലിസ്റ്റർ ആയിരുന്നു. ബ്ലിസ്റ്റർ അത് പൊട്ടിയിട്ട് അവൾക്ക് ചോര നിക്കണല്ലേ അവളുടെ. ഇതാണ് ലിൻഡൻ പാർക്ക് മോൾ. ബ്രാൻഡ്ഫോർഡിലുള്ള ഒരേ ഒരു മോളാണ് കേട്ടോ. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്യാനൊന്നും ആയിരിക്കില്ല, എന്നാലും ചുമ്മാ ഒന്ന് കറങ്ങി വരാൻ ലിൻഡൻ മോളിലോട്ടേക്കാണ് വരാറ്.
ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കണ്ട് നോക്കി തിരിച്ചു വരും. ഇവിടെ ഫോറവർ 21 എന്ന് പറയുന്ന ഒരു സ്റ്റോർ ഉണ്ട് കേട്ടോ. ഈ സ്റ്റോറിൽ ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ്. മാത്രമല്ല $5, $10, $7 നമുക്ക് സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ മോളിൽ ഏറ്റവും വില കുറഞ്ഞ റേറ്റുള്ള കട ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഫോറവർ 21 ആണെന്ന് കേട്ടോ. ചില സമയത്ത് ഇതിന് വളരെയധികം ചീപ്പ് റേറ്റിൽ ഇവർ വിൽക്കുന്നുണ്ടാവും. ഞാനപ്പോൾ ഓരോ കളക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഓരോ ഡ്രസ്സുകൾ കാണുമ്പോൾ ഇത് എങ്ങനെ ഇടാന്ന് തന്നെ മനസ്സിലാവില്ല കേട്ടോ. എന്റെ നോട്ടവും അന്വേഷണവും കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു $100 ചെലവാക്കി ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ കൂടുതൽ നോക്കുന്ന ദിവസമാണ് ഞാൻ ഒന്നും തന്നെ വാങ്ങിക്കാതെ തിരിച്ചിറങ്ങിപ്പോണ ദിവസങ്ങൾ കേട്ടോ. പതിവ് പടി പോലെ തന്നെ നമ്മൾ അവിടുത്തെ കളക്ഷനുകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി വരാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയൊന്നും വാങ്ങിക്കുന്ന കൂട്ടത്തിലല്ലാന്ന്. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് കാണാം. ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് ഞാൻ 4 വർഷമായിട്ട് നവാസ്കോഷിൽ വർക്ക് ചെയ്ത ഒരു ഷോപ്പാട്ടോ. അതുകൊണ്ട് ആ സ്റ്റോറിനോട് എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെന്റാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡോളറാമയിൽ കയറി. ഡോളറാമയിൽ റെസിൻ ആർട്ട് വർക്ക് ചെയ്യാനുള്ള റൂമിലേക്കുള്ള എല്ലാ സാധനങ്ങളും തന്നെ പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ അവിടെ അധികം കളക്ഷൻസ് അവൈലബിൾ അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുമ്പോണ്ടല്ലോ എന്തൊരു വലിയ ലോകത്ത് വലിയൊരു കടയിലേക്ക് വന്ന പോലെയാ അല്ലേ? ഭയങ്കര വെളിച്ചം. നീ ആകെ മാറിക്കണ പോലെ കണ്ണട വെച്ചപ്പോ. എടുത്തേ പോവാം, ചായ കുടിക്കണം. ഞാൻ ഷെയ്ക്ക് ചെയ്തിട്ടോ ഡാൻസ്. അത് മതി, അവർ ക്യാമറയിലാണ്. അവർ ഞാൻ എൻ്റെ സ്റ്റാഫാക്കിയല്ലോ. ഇവിടെ സ്റ്റാഫിനെ വെൽക്കം ചെയ്യാൻ ഒരാൾ ആവശ്യമുണ്ടെന്നുണ്ട്. നല്ല കളർഫുള്ളാണ് ഇവിടുത്തെ. അതേടി നമ്മുടെ ഇത് വേണ്ട ലൈറ്റ്സ് ഇവിടെ മറ്റേ ലൈറ്റ്സ് കുഞ്ഞത്. But I need a white light. ഗോൾഡൻ അല്ല, White. മോളിലുള്ള നോക്കി. ഞങ്ങളല്ല തന്നോട് തന്നെ. ഇവിടെ കളക്ഷൻ കുറവാന്ന് തന്നെയല്ലോ. വീഡിയോയിലും വലിയ കുഴപ്പമില്ലടി. നോക്കി ഏതൊക്കെ നല്ലത്? $325. ഇതെടുത്തിട്ട് വെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ ഇത് എടുക്കണോ? പൂവാണോ? അറിയില്ല. ഇതെടുക്കാം. ഇത്ര അകലെ നിൽക്കണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരാളുടെ.
കൈ ഇങ്ങനെ മുകളിലേക്ക് പിടിക്കണം. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് വെട്ടി വെച്ചിട്ട് ഇത് കൊടുക്കാം. ഡോളറാമയിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ, പക്ഷെ അത് ആക്ച്വലി റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്നത് 2 സ്റ്റോറിലേക്കാണ്, കോസ്കോ ആൻഡ് ഫുഡ് ബേസിക്സ്. ഇവിടെ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം ഒരു ചെറിയൊരു ഔട്ടിങ് പോലെയാണ് ഞങ്ങൾ കരുതുന്നത് കേട്ടോ. കോസ്കോയിൽ ഇതെന്റെ ഫസ്റ്റ് എൻട്രി ആണ് കേട്ടോ. ഞാൻ മുൻപ് നോവാസ്കോഷ്യയിലായിരുന്ന സമയത്ത് കോസ്കോയിൽ പോയിട്ടുണ്ട്, എങ്കിലും ഒണ്ടാരിയോയിൽ വന്നിട്ട് ഇതെന്റെ ഫസ്റ്റ് എൻട്രി ആണ്. ഇവിടെ നമ്മൾ കാർഡ് എടുത്തേക്കുന്നത് മെയിൻ ആയിട്ട് ഗ്യാസ് അടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതാണ് ഇവിടെ ഏറ്റവും റേറ്റ് കുറവെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ അത്രയും കോസ്കോ ഫാൻസ് അല്ല. കോസ്കോയിൽ പോയി ഞങ്ങൾ അധികം ഗ്രോസറി ഒന്നും പർച്ചേസ് ചെയ്യാറില്ല, എങ്കിലും വല്ല കാലത്തും പർച്ചേസ് ചെയ്താൽ ചെയ്തു. നമുക്കപ്പോ കോസ്കോ ഒന്ന് കണ്ടിട്ട് വരാം. കോസ്കോയില് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം വൈഡ് ആയിട്ടാണ് ഈ ഗ്രോസറി സ്റ്റോർ കിടക്കുന്നത്. ഗ്രോസറി സ്റ്റോർ മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്ക് എല്ലാ ഇലക്ട്രോണിക് അപ്ലയൻസസും പെയിന്റ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ, അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഇത് ഭയങ്കര വൈഡ് ആയിട്ട് കിടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഓടിപ്പോയി പർച്ചേസ് ചെയ്ത് വരാൻ പറ്റില്ല. എന്തായാലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കും. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഞാൻ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര മടിച്ചയാന്ന്. അപ്പൊ എനിക്ക് ആപ്റ്റായിട്ടുള്ള സ്റ്റോർ അല്ല അത്. പിന്നെ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഒരു ടൈം ആവും. സോ ബെസ്റ്റോ തന്നെയാണ് ഇവിടേക്ക് വരാറ്. ഹാലോവിനുള്ള ഒരുക്കങ്ങളായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു അസ്ഥികൂടത്തിന് $350 ഞാൻ ഞെട്ടിപ്പോയിട്ടോ. പിന്നെ ഇതാ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇത്തവണ ഇസിക്ക് ഹാലോവിൻ കോസ്റ്റ്യൂം വാങ്ങിക്കണം. ഇസി നടന്നു തുടങ്ങിയല്ലോ, അപ്പൊ ഇസീനെയും കൊണ്ട് ട്രിക്ക് ഓർ ട്രീറ്റിന് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടോ, ചിക്കൻ ടാക്കോസ്. ആക്ച്വലി ഇതെല്ലാം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ $18 അത് വളരെയധികം ലാഭമാണെന്ന് തോന്നിയ കാരണം കൊണ്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തു കേട്ടോ അത്.
ഇത് കണ്ടില്ലേ, ഇതൊരു കൈൻഡ് ഓഫ് ചീസാണ് കേട്ടോ. ഇത് ഞാൻ നോവാസ്കോഷിലായിരുന്ന സമയത്ത് ഗ്രോസറി സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് $5 ഇതിന്റെ ഒരു പാക്ക് കിട്ടുമായിരുന്നു. ഇങ്ങനെ പല വെറൈറ്റി ടൈപ്പ് ഓഫ് ഷേപ്പിൽ ചീസസ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇതൊക്കെ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ നല്ലതാണ്. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതിന്റെ തന്നെ പല ടൈപ്പുകൾ അവൈലബിൾ ആണ് സ്റ്റോറിൽ. ഇസിക്ക് നമ്മളിപ്പോൾ ചീസ് സ്റ്റിക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നുമല്ല, എന്നാലും അത്യാവശ്യം ബട്ടറും ചീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നും എടുക്കുമ്പോഴും അതിന്റെ വില വേറെ സ്റ്റോറുകളായിട്ട് കമ്പയർ ചെയ്ത് ഫ്ലിപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര ബൾക്കി ക്വാണ്ടിറ്റിയിലാണ് കിട്ടുക. ചിലപ്പോൾ നമുക്ക് അതിന്റെ ഉപയോഗം ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ആ പൈസ കൊടുത്തത് വാങ്ങിക്കും, ഇത്ര പേർക്ക് കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മളപ്പോൾ അവിടുന്ന് ഒരു ഗീ വാങ്ങിച്ചു കേട്ടോ. കാരണം ഗീ എന്നും തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഗീ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അയിലേക്കൂടെ നടക്കുന്ന സമയത്താണ് ഞാൻ ഈ സംഭവം കണ്ടേട്ടോ. KD ക്രാഫ്റ്റ് ഡിന്നർ 1799. ഞാൻ കാനഡയിൽ ആദ്യമായിട്ട് കാലുകുത്തിയപ്പോൾ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ടാട്ടോ താമസിച്ചേ. അതൊരു ഒരു കനേഡിയൻ ഫാമിലിയുടെ കൂടെ. അപ്പൊ അവർ ഞങ്ങൾക്ക് തന്ന ആദ്യത്തെ ഭക്ഷണമാണ് ക്രാഫ്റ്റ് ഡിന്നർ. അന്നത് കഴിച്ചപ്പോൾ സത്യമായിട്ടും എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നി. സംഭവം ഒരു പാസ്ത പോലെ ഇരിക്കും, പക്ഷെ പ്രിസർവ്ഡ് ആയിട്ടുള്ള ചീസാണ് അവൈലബിൾ. അപ്പൊ നമ്മൾ പാസ്ത വേവിച്ചതിന് ശേഷം അതിലേക്ക് ഈ പ്രിസർവ്ഡ് ചീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ക്രീമി ആയിട്ട് വരും. നമ്മൾ കോസ്കോയിലുള്ള പർച്ചേസിങ് ഇവിടെ അവസാനിപ്പിച്ചേക്കാണ്. നമ്മളിനി സ്ട്രേറ്റ് ടു ഫുഡ് ബേസിക്സ്. 25 ഞാൻ ആലോചിച്ചത് ഇപ്പൊ $1 എന്ന് ചോദിക്കണേ. ചിലടത്ത് $1 ഇട്ടാലും കയറും. ഇവിടെ ഡേറ്റ് എന്നാ? August 19. ഇനിയിപ്പോ എന്താ? നിൽക്കോ, വെയിറ്റ് ചെയ്യോ? അതല്ല, എനിക്ക് പെട്ടെന്ന് മാത്യുവിന് ഓർമ്മ വന്നു. ഇത് വാങ്ങിച്ചാലോ? ഹലോ, അവിടെ കട നോക്കി നല്ലല്ല. അതെന്തായാലും അവിടെ പോകുന്ന വാങ്ങിക്കാലോ നോക്കിട്ട്. അതല്ല പൂത്തുണ്ട് കുറെ പോണ ഇങ്ങനെ സാധനടി. ഈ മീൻ ഒരു തവണ ബസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മീൻ പൊട്ടി കിടക്കണത്. അത് കൊള്ളില്ല, പക്ഷെ അത് വേണോ? മുടി പോരാ, വേറെ ഒന്നുമില്ല. ഷ്രെഡഡ് അൺസ്വീറ്റനഡ്, മീഡിയം ഷ്രെഡഡ് ഫ്ലേക്സ്. അൺസ്വീറ്റനഡ് ആണോ?
Insert cash or select payment type. ക്രെഡിറ്റ്. Use PIN pad to complete transaction. സോ ഗൈസ് നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ്. ഉമ്മ തരോ ഉമ്മ? കൊടുക്കണ്ടേ? Say hi, Izzy. Say hi. Hi. Izzy, te papa ngone sigi. Papa ngone sigi. ഉമ്മ തരോ മമ്മയ്ക്ക്? ഉമ്മ തരോ മമ്മയ്ക്ക്? മമ്മയ്ക്ക് ഉമ്മ തരോ? മമ്മയ്ക്ക് ഉമ്മ തരോ? ഉമ്മ തന്നെ ഉമ്മ. അയ്യോ കുറെ സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ട് സി. നമുക്ക് കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. സോ ഗായ്സ് ഇത്ര ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ്. ഇന്ന് നമ്മൾ ആക്ച്വലി 2 സ്റ്റോറിലാണ് പോയുള്ളൂ, കോസ്കോ ആൻഡ് ഫുഡ് ബേസിക്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ടൈമില്ല. കാരണം ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ 2.5 hours സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം. പിന്നെ ഈസി ഉള്ള നൂഡിൽസിന് ഫീഡ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തിരിച്ചു വന്നേക്കാണ്. ഇനി ഞാൻ എന്തായാലും ഷോപ്പ് ചെയ്യാൻ പോകില്ല. കാരണം ഞാൻ ഭയങ്കര ലേസിയാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിക്കവാറും ഹസ്ബൻഡ് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം പുള്ളിക്കാരൻ പൊക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്ക് എന്തായാലും ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകും, ചിലപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഹെയർ കട്ടിൻ്റെ ദിവസമാണ്. അപ്പോൾ ഒന്ന് അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനാണ് വാങ്ങിക്കുക. അപ്പം ഞാനിനിയിപ്പോൾ എങ്ങോട്ടേക്കും പോകുന്നില്ല. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എനിക്ക് ആക്ച്വലി ഇന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു പബ്ലിക്കലി ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ബാക്കിയുള്ളവരുടെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ഹെസിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് പരിഹരിക്കാൻ എന്തായാലും. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.